ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നോൺ വെജ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ്. ഇലുമ്പമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നന്നാക്കിയതിന് ശേഷമുള്ള അളവാണ് പറയുന്നത് 1/4 കിലോ. ഇതിലേക്ക് ഒരു 10-12 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. 3-4 വെളുത്തുള്ളി ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 6 പച്ചമുളക് നടുകെ കീറിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള തേങ്ങയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണിലാണ് കേട്ടോ അളവ് പറയുന്നത്. ഇനി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇത്. 1.5 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളകൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് എടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ഇലുമ്പമ്പുളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അധികം വലിപ്പത്തിലുള്ള ഇലുമ്പമ്പുളി അല്ല എടുത്തിരിക്കുന്നത്. ചെറിയ ഇലുമ്പമ്പുളിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഇലുമ്പമ്പുളി ആണെങ്കിൽ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിന് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ലൂസിൽ ഉണ്ടാവണം. എന്നാലാണ് ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് ഗ്രേവി ഉണ്ടാവുള്ളൂ. നമ്മൾ തേങ്ങ അരച്ചുകൊണ്ട് തന്നെ ഇത് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് ലൂസിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ മൂടി കുറച്ചൊന്ന് തുറന്നിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 6 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ മൂടി ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവിയും ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ ഈ സമയത്ത് ഇലുമ്പമ്പുളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ എല്ലാതും കറക്റ്റ് ആയിട്ടാണ് ഉള്ളത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഈ ഒരു ലൂസിലാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. നല്ല സ്വാദുള്ള ചെമ്മീൻ കറിയാണ് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും. ഞാൻ പലതരത്തിലുള്ള മീൻകറികളുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ അയിലക്കറിയുടെ റെസിപ്പി കുറേ പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്കിതിലേക്ക് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചതിന് ശേഷം മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കുറച്ചൊന്ന് ചൂടാറി വന്നപ്പോൾ നമ്മുടെ മീൻകറി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്വാദാണ് കേട്ടോ ഈ മീൻകറി കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ മീൻകറി ഉണ്ടാവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.